ഓക്കെ, ഇനി നമുക്ക് SEO എന്താണെന്ന് നോക്കാം. അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഒരു സെർച്ച് എഞ്ചിൻ, അതായത് ഗൂഗിള് അല്ലെങ്കിൽ മറ്റ് സെർച്ച് എഞ്ചിൻസായ ബിങ് അല്ലെങ്കിൽ ഡഗ്ഡഗോ അങ്ങനെയുള്ള സെർച്ച് എഞ്ചിനുകൾ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിനെ അതിൻ്റെ ടോപ്പിലേക്ക് കൊണ്ടുവരുന്നത്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഗൂഗിള് അല്ലെങ്കിൽ മറ്റ് സെർച്ച് എഞ്ചിനീസ് അവിടെയൊക്കെ ഉള്ള നമ്മുടെ വെബ്സൈറ്റിനെ എങ്ങനെയാണ് അത് ഒരു ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് വെബ്സൈറ്റിൽ ഗൂഗിളിൽ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ആദ്യം ടോപ്പ് ലിസ്റ്റിലേക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ടോപ്പ് 10 അല്ലെങ്കിൽ ഫസ്റ്റ് പേജ് വന്നാൽ മാത്രമേ ഉള്ളൂ. ആ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് ആ ഒരു വിസിറ്റർ അല്ലെങ്കിൽ ആ സെർച്ച് ചെയ്ത ആൾ ആ ഒരു വെബ്സൈറ്റിനുള്ളിലേക്ക് വരത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ട്രാഫിക് അല്ലെങ്കിൽ സെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരത്തുള്ളൂ. സോ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിനെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ ടോപ്പിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ ഈ ഒരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന ആ ഒരു പ്രോസസ്സിലൂടെ നോക്കുന്നത്. സോ അതിന് പറയുന്ന പേരാണ് SEO അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സോ ഇത് നമുക്ക് മെയിൻലി രണ്ടെണ്ണമാണുള്ളത്. അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ മെയിൻലി നമുക്ക് ഓൺ പേജ് SEO അതുപോലെ തന്നെ ഓഫ് പേജ് SEO എന്നാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. എങ്കിൽ തന്നെയും ഇതിൽ നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അതിനെ നമ്മൾ ടെക്നിക്കൽ SEO എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഓൺ പേജ് ഓഫ് പേജ് ആണ് മെയിൻലി നമുക്ക് വരുന്ന ആ ഒരു SEO എന്ന് പറയുന്നതും അതിനകത്ത് വരുന്നതാണ് ടെക്നിക്കൽ SEO. സോ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൺ പേജ് SEO എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റിൻ്റെ അകത്ത്, അതായത് വെബ്സൈറ്റിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓൺ പേജ് SEO എന്ന് പറയുന്നത്. അത് കോണ്ടൻറ്റ് റൈറ്റ് ചെയ്യുന്നതും, അതായത് പേജിൻ്റെ ഓരോ കോണ്ടൻറ്റും, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന ലിങ്കുകളും, പിന്നെ അതിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് അതൊരു SEO ഫ്രണ്ട്ലി ആക്കിയാൽ മാത്രമേ ഉള്ളൂ. ആ ഒരു വെബ്സൈറ്റിൻ്റെ ഓൺ പേജ് എത്ര പേജ് ഉണ്ടോ ആ പേജ് കംപ്ലീറ്റ് അത് SEO ഫ്രണ്ട്ലി ആക്കിയ ശേഷം മാത്രമേ ഉള്ളൂ ആ ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് വരത്തുള്ളൂ. സോ അതിനെയാണ് നമ്മൾ ഓൺ പേജ് SEO എന്ന് പറയുന്നത്. അതായത് ഒരു വെബ്സൈറ്റിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓൺ പേജ് SEO എന്ന് പറയുന്നത്. അത് കീവേഡ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു ഓൺ പേജ് SEO ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഓഫ് പേജ് SEO. അതായത് ഇതുപോലെ തന്നെ ഓൺ പേജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓഫ് പേജ് SEO വരുന്നത്. അതായത് വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ വെബ്സൈറ്റിന് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓഫ് പേജ് SEO എന്ന് പറയുന്നത്. അതായത് അത് പല ടൈപ്പിലുണ്ട്, പല രീതിയിൽ നമുക്ക് ഓഫ് പേജ് ചെയ്യാൻ സാധിക്കും. സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, ലിങ്ക് പലയിടത്തായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാം. അങ്ങനെ പല പല സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഓഫ് പേജ് SEO നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ മെയിനായി നമുക്ക് രണ്ടെണ്ണമാണ് വരുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ നമുക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിന് കൂടെ ഉള്ളത് തന്നെയാണ് ടെക്നിക്കൽ SEO എന്ന് പറയുന്നത്. അത് വരുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു വെബ്സൈറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ ടെക്നിക്കൽ SEO എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്കൽ SEOക്കകത്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന ഓൺ പേജുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന, ഫോർ എക്സാമ്പിൾ സൈറ്റ് മാപ്പിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ റോബോട്ട് TST ഫയൽ, അല്ലെങ്കിൽ കനോനിക്കൽ ടാഗ്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ 404 പേജ് എറർ വരുവാണെങ്കിൽ അതെങ്ങനെ നമുക്ക് റീഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ XML സൈറ്റ് മാപ്പ്, HTML സൈറ്റ് മാപ്പ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.